ഓക്കെ, ഓവർലേ മെത്തേഡിൽ നമുക്ക് ഇൻപുട്ട് ലിങ്കിൻ്റെയും ഔട്ട്പുട്ട് ലിങ്കിൻ്റെയും 3 പൊസിഷൻസ് തന്നിട്ടുണ്ടാവും. ഇൻപുട്ട് ലിങ്കിൻ്റെയും ഔട്ട്പുട്ട് ലിങ്കിൻ്റെയും 3 പൊസിഷൻ തന്നിട്ടുണ്ടാവുക. അപ്പം ഇപ്പോൾ ഈ പ്രൊസീജിയർ വെച്ച് പറയുവാണെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ലിങ്ക് ആണെങ്കിൽ ഇൻപുട്ട് ലിങ്കിൻ്റെ 3 പൊസിഷനുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 512, 523, നെക്സ്റ്റ് 513. ഇത് ഇൻപുട്ട് ലിങ്കിൻ്റെ. ഇനി കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലിങ്കിൻ്റെ 3 പൊസിഷനുകൾ, അതും 3 ആംഗിളുകളായിട്ട്. ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈ ഉപയോഗിച്ചാണ്. സൈയെ PSI എന്ന് വിളിക്കും, സൈ. സോ ഇത് അടുത്തത് സൈ 12, സൈ 23, സൈ 13. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസ് വെച്ചാണ് ഇൻപുട്ട് ലിങ്കിൻ്റെയും ഔട്ട്പുട്ട് ലിങ്കിൻ്റെയും പൊസിഷൻസ് തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതാണ് 3 പൊസിഷനുകളെങ്കിൽ 1, 2, 3 ആണെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും 512 അല്ലെങ്കിൽ സൈ 12, ഏത് വേണമെന്ന് എടുക്കാം. അതുപോലെ 2യുടെയും 3യുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും 523. 1ൻ്റെയും 3യുടെയും ഇടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും 513. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ 3 ആംഗിളുടെ ആവശ്യമില്ല, 512, 523 അറിയാമെങ്കിൽ 513 കണ്ടുപിടിക്കാൻ മേലെ. ഓക്കെ, അതൊക്കെ കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ തന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും പ്രോബ്ലം ചോദിക്കത്തില്ല. പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. സോ ഇങ്ങനെ 6 ആംഗിൾസ് തന്നിട്ടുണ്ടാവും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. സോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇൻപുട്ട് ലിങ്കിൻ്റെ 3 പൊസിഷനുകൾ വരയ്ക്കണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ലിങ്കിൻ്റെ പേര് O4B എന്നാണ്. O4Bയുടെ 3 പൊസിഷനുകളാണ്. O4B1, O4B2, O4B3. ഇതിൽ ക്രാങ്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെങ്ത് അസ്യൂം ചെയ്യാം. ഇത് പ്രൊസീജിയറാണ് പറയുന്നത്, എഴുതാനുള്ള പ്രൊസീജിയറാണ്. ക്രാങ്കിൻ്റെ ലെങ്ത് നിങ്ങൾ അസ്യൂം ചെയ്യുന്നു, ഇഷ്ടമുള്ള ലെങ്ത് അസ്യൂം ചെയ്യുന്നു. സോ എന്നിട്ട് 3 പൊസിഷൻ വരയ്ക്കുന്നു. ക്രാങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഒന്നും തന്നിട്ടുണ്ടാവില്ല, അതെല്ലാം അസ്യൂം ചെയ്യുകയാണ്. പ്രൊസീജിയർ മാത്രമാണിത്. ഞാൻ പ്രോബ്ലം ഒരിക്കലും ഇതിൻ്റെ വരില്ല. പ്രൊസീജിയർ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. സോ ക്രാങ്കിൻ്റെ 3 പൊസിഷൻസ് വരയ്ക്കുക, തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്യുക. സോ അങ്ങനെ B1, B2, B3 3 പൊസിഷനുകൾ കിട്ടി. ഓക്കെ, അങ്ങനെ ക്രാങ്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ലിങ്ക് വരച്ചു. ഇനി അടുത്തത് വരയ്ക്കേണ്ടത് കണക്റ്റിംഗ് റോഡാണ്, അല്ലെങ്കിൽ കപ്ലർ ലിങ്ക് എന്ന് പറയും. കണക്റ്റിംഗ് റോഡ് അല്ലെങ്കിൽ കപ്ലർ ലിങ്ക് എന്ന് പറയും. സോ അതിൻ്റെ ലെങ്തും തന്നിട്ടുണ്ടാവില്ല. സോ അങ്ങനെ തരാത്തത് കൊണ്ട് അതിൻ്റെ ലെങ്ത് നിങ്ങൾ അസ്യൂം ചെയ്യണം. പക്ഷേ അസ്യൂം ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. കപ്ലർ റോഡ് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 75 to 125% ഓഫ് ഇൻപുട്ട് ലിങ്ക് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ലിങ്കിൻ്റെ 75 to 125% കൂടുതലായിരിക്കണം എന്ത്, കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കും അത്? ഇൻപുട്ട് ലിങ്കിൻ്റെ ലെങ്ത് നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ആ ലെങ്ത് പ്ലസ് അതിൻ്റെ 75% അല്ലെങ്കിൽ 125%, അതിൻ്റെ ഇടയ്ക്ക് വരണം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം. 75ഓ 80ഓ 85ഓ 90ഓ 95ഓ 100ഓ അങ്ങനെ അപ് ടു 125% വരെ നിങ്ങൾക്ക് എടുക്കാം. അതാണ് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്. സോ അതാണ് ഇവിടെ B1ൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ലെങ്ത് കോമ്പസിലെടുത്ത് നിങ്ങൾക്ക് 75 to 125% കൂടുതൽ, ഇൻപുട്ട് ലിങ്കിനേക്കാൾ കൂടുതൽ ലെങ്ത് കോമ്പസിലെടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്യുക. B1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി B2വിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുക. B3യിൽ കുത്തി ആർക്ക് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് 3 ആർക്കുകൾ കിട്ടും. ഇതാണ് ഓവർലേ മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയും ചെയ്യാന്നുള്ളതാണ്. ഇനി ഇത്രയും വരച്ച ശേഷം നമ്മൾ ഈ ഷീറ്റ്, ഇതൊരു പേപ്പറിലാണ് വരയ്ക്കുന്നത്, ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് അടുത്തത് വരയ്ക്കുന്നത് ഔട്ട്പുട്ട് ലിങ്ക് ആണ്. പക്ഷേ ഔട്ട്പുട്ട് ലിങ്ക് വരയ്ക്കുന്നത് സെയിം ഷീറ്റിലല്ല, ഒരു ട്രാൻസ്പെയർ ചെയ്യുന്നത്. ഇതൊരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കത്തില്ല. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ വേണ്ടേ. അതങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. സോ ഇത് വരയ്ക്കുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലാണ് എന്ന് നിങ്ങൾ എഴുതിയാൽ മതി, നമുക്ക് പ്രൊസീജിയർ മതി.
സോ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റയിൽ വരയ്ക്കുന്നതിന് ഒരു പേരുണ്ട്. അത് അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം പറഞ്ഞുതരാം. ഇതിനൊരു പേരുണ്ട്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഔട്ട്പുട്ട് ലിങ്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് psi12 psi23 psi13. സോ ഈ ആംഗിൾ എടുത്ത് ആയിട്ടില്ല, അതുകൊണ്ട് ഇനീഷ്യൽ പൊസിഷൻ എവിടെ വേണമെന്നാ വെച്ച്, ഇപ്പം ഇനീഷ്യൽ പൊസിഷൻ ഇതാണെങ്കിൽ ഇത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് psi12 മെഷർ ചെയ്ത് രണ്ടാമത്തെ പൊസിഷൻ, അവിടെ നിന്ന് psi13 മെഷർ ചെയ്ത് മൂന്നാമത്തെ പൊസിഷൻ നീട്ടി അങ്ങ് വരച്ചേക്കുക. 3 പൊസിഷനുകൾ നീട്ടി, കാരണം നമുക്ക് അതിൻ്റെ ലെങ്ത് അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ഫിക്സഡ് പോയിന്റ്. അതിൻ്റെ പേര് O2 എന്നാണ്. എന്നിട്ട് ഈ O2-ൽ കുത്തി, കോമ്പസ് O2-ൽ കുത്തി കുറേ ആർക്കുകൾ അടുപ്പിച്ച് വരയ്ക്കുക. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് അകത്തിയാണ് വരച്ചിരിക്കുന്നത്. എത്രയും അടുപ്പിച്ച് വരയ്ക്കുന്നോ അത്രയും നല്ലത്, അത്രയും നമ്മൾക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ആക്യുറസി കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് അടുപ്പിച്ച് ഞാൻ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ, ഒരു ഈക്വൽ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എത്ര വേണമെന്നാ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതണം, ഇത് എത്ര വേണമെന്ന ആർക്കുകൾ, എല്ലാ ആർക്കുകളും O2-ൽ കുത്തിയാണ് വരയ്ക്കുന്നത്. സോ ഒരു തവണ വരച്ചു, കുറച്ചും കൂടെ കോമ്പസ് വലുതാക്കിയിട്ട് അടുത്ത ആർക്ക് വരച്ചു, അങ്ങനെ എത്ര വേണമെന്നാ വരയ്ക്കാം. ഇത് എത്ര അടുത്താണോ അത്രയും ഉത്തരത്തിൻ്റെ ആക്യുറസി കൂടും. ഓക്കെ, ഈ സാധനത്തിൻ്റെ പേര് ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ പേരാണ് ഓവർലേ. ഈ സാധനത്തിൻ്റെ പേരാണ്, ഇപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റയിൽ വരച്ച ഈ സാധനം, ഇതിൻ്റെ പേരാണ് ഓവർലേ. ഓക്കെ, അങ്ങനെയാണ് ഇതിന് ഓവർലേ മെത്തേഡ് എന്ന് പേര് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, ഈ വരച്ച ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു 3 ആർക്ക് നമ്മൾ വരച്ചിട്ടില്ലേ, ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ച് ഇതിലെ ഏതെങ്കിലും നോക്കുക. ഇപ്പം ഈ ഒരു ആർക്കിൻ്റെ കേസ് നോക്കുക. അപ്പോൾ ഈ ഒരു ആർക്കിൻ്റെ കേസ് നോക്കുക. ഈ ഒരു ആർക്ക് നമ്മളുടെ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ 3 പൊസിഷനുകളെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇത് അങ്ങനെ ഏത് ആർക്ക് എടുത്താലും, ഇപ്പോൾ ഈ ആർക്ക് എടുക്കുകയാണെങ്കിൽ ആ ആർക്കിൽ ഇതാ ഈ പോയിന്റ്, ഓരോ ആർക്കിനും ആ പോയിന്റുകൾ വ്യത്യസ്തമായിരിക്കും. സോ ഈ പോയിന്റുകൾ ഏതെങ്കിലും ഒരാർക്കിൻ്റെ 3 പോയിന്റുകളും നമ്മൾ തൊട്ടു മുമ്പ് വരച്ച 3 കേർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഓവർലേ അതിൻ്റെ മുകളിൽ ചെരിച്ചും തിരിച്ചും ഒക്കെ വെക്കുക. നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരാർക്കിൻ്റെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പോയിന്റുകൾ. അത് ഓരോ കേർവിനും വ്യത്യസ്തമായിരിക്കും. ആ പോയിന്റുകൾ തൊട്ടു മുമ്പ് വരച്ച ഫിഗറിലെ 3 കേർവിനെ, ഏതെങ്കിലും ഒരു കേർവിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് തൊട്ടു മുമ്പ് വരച്ച 3 കേർവിനെ ഇതേ പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് തിരിച്ചും മറിച്ചും വെക്കുക. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഇതാണ് ഓവർലേ തൊട്ടു മുമ്പ് വരച്ച ഫിഗറിൻ്റെ മണ്ടയിൽ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. വെച്ച് കഴിയുമ്പോഴത്തേനും നോക്കിക്കേ, ഈ ഒരു ആർക്ക് ശ്രദ്ധിക്കുക. ഈ ആർക്ക് നമ്മളുടെ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ പൊസിഷനുകളെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇപ്പോൾ ഈ ലേസർ ഇരിക്കുന്നത്. ഓക്കെ, അതേ പോയിന്റിലൂടെ നമ്മൾ ആദ്യം വരച്ച ഫിഗറിൻ്റെ 3 കേർവുകൾ, 1 2 3, ഈ 3 കേർവുകൾ കടന്നു പോകുന്ന രീതിയിൽ അതുപോലെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആ ഓവർലേ നമ്മൾ അതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ഏതെങ്കിലും ഒരു കേർവിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആ 3 കേർവുകളെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ എക്സാക്ട്ലി ഈ പോയിന്റിൽ നോക്കിയാൽ, ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഏതൊക്കെയാണ് ടച്ച് ചെയ്യുന്നത്? 1 കേർവ്, 2 ഈ കേർവ്, 3 ഔട്ട്പുട്ട് ലിങ്കിൻ്റെ പൊസിഷൻ. ഇത് 3ഉം ഒരേ പോയിന്റിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഒരു കേർവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓവർലേ അവിടെ ഫിക്സ് ചെയ്യുക. എന്തെങ്കിലും പിന്നോ മറ്റോ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. ഇത് പ്രൊസീജിയറാണ് പറയുന്നത്. സോ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടും, O2-ൻ്റെ പൊസിഷൻ കിട്ടും. സോ ഇതാണ് O2-ൻ്റെ പൊസിഷൻ. ഇതാണ് നമ്മളുടെ മെക്കാനിസം. O2 A B O4, അല്ലെങ്കിൽ O2 A2 B2 O4, അല്ലെങ്കിൽ
O2 A1 B1 O4. ഇതിപ്പം ഒരേ മെക്കാനിസത്തിൻ്റെ 3 പൊസിഷൻ ഉണ്ട്. ഏത് പൊസിഷനിൽ എടുത്താലും മെക്കാനിസത്തിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും. സോ നമുക്ക് വേണ്ട മെക്കാനിസത്തിൻ്റെ 3 പൊസിഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഓവർലേ മെത്തേഡ്. ഓവർലേ മെത്തേഡ് പ്രൊസീജിയറായിട്ടേ ചോദിക്കത്തുള്ളൂ. ഈ പ്രൊസീജിയറാണ് ആദ്യത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കത്തില്ല. പ്രൊസീജിയർ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. PPT എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് മറ്റൊരു ഫിഗറാണ്. ഇത് എല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ള ഇതാണ് ഇൻപുട്ട് ലിങ്ക്. നമ്മളുടെ ഇൻപുട്ട് ലിങ്കിൻ്റെ 3 പൊസിഷനുകളാണ്. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന കേർവ്. ഈ കേർവിനെ ലോക്കസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു പോയിന്റ് A ആണെന്നുണ്ടെങ്കിൽ എയുടെ ഫസ്റ്റ് പൊസിഷൻ്റെ ലോക്കസിനെ A1 എന്നും എയുടെ സെക്കൻഡ് പൊസിഷൻ്റെ ലോക്കസിനെ A2 എന്നും എയുടെ മൂന്നാമത്തെ പൊസിഷൻ്റെ ലോക്കസിനെ A3 എന്നും വിളിക്കും. അതായത് ആ A എന്ന് പറയുന്ന പോയിന്റ് മൂവ് ചെയ്യുന്ന പാത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഇതും ലോക്കസ് ഓഫ് A1 ആണ്. കാരണം ഈ 2 പോയിന്റും ഇൻ്റർസെക്ട് ചെയ്യുന്ന ഇവിടെയാണ്. ഇത്രയും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നേരത്തെ ഫിഗർ തന്നെയാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിനെ ഓവർലേ എന്ന് വിളിക്കും. ഈ വരച്ച് വെച്ചിരിക്കുന്ന ഓവർലേ എന്ന് വിളിക്കും. ഇതിലേതാണോ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പം അത് വരച്ചാൽ മതി. ഇത് ആക്ച്വലി ഒരു വളരെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്താണ്. നമ്മളുടെ റെഗുലർ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ മെത്തേഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറച്ച് ബ്ലറി ആയിട്ടുള്ള ഇമേജ് ഇരിക്കുന്നത്. ഈ ഫിഗർ എടുത്തിരിക്കുന്ന ഒരു പഴയ ബുക്കിൽ നിന്നാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർലേ മെത്തേഡ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, എൻ്റയർലി അടുത്ത സെക്ഷൻ ഡയമെൻഷൻ അനാലിസിസിൻ്റെ അടുത്ത ടൈപ്പ് മോഷൻ ജനറേഷൻ അല്ലെങ്കിൽ റിജിഡ് ബോഡി ഗൈഡൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ ഒരു JCBയുടെ ബക്കറ്റ് തന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് തരും. എന്നിട്ട് ആ മൂവ്മെൻറ്റിലൂടെ പോകുന്ന രീതിയിൽ ആ ബക്കറ്റുകൾ ആ പൊസിഷനിലൂടെ പോകുന്ന രീതിയിൽ മെക്കാനിസം വരയ്ക്കാനൊക്കെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അതാണ് മോഷൻ ജനറേഷൻ അല്ലെങ്കിൽ റിജിഡ് ബോഡി ഗൈഡൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു മോഷൻ ജനറേഷൻ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്കിൻ്റെ മൂവ്മെൻറ്റിലുള്ള 3 or 4 2 or 3 or 4 പൊസിഷൻസ് തന്നിരിക്കും. വേരിയസ് പൊസിഷൻസ് ഓഫ് എ ലിങ്ക് ഇൻ എ മെക്കാനിസം വിൽ ബി ഗിവൺ. നമുക്ക് ആ പൊസിഷനിൽ നമുക്കാണ് ആ പാടെയുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് അത് മാത്രമാണ്. ആ 3 പൊസിഷൻ, ആ 3 പൊസിഷനിലൂടെ ആ ലിങ്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു മെക്കാനിസം ഡിസൈൻ ചെയ്യണം. അതാണ് മോഷൻ ജനറേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇൻ മോഷൻ ജനറേഷൻ പ്രോബ്ലംസ് വേരിയസ് പൊസിഷൻസ് ഓഫ് എ ലിങ്ക് ഇൻ എ മെക്കാനിസം വിൽ ബി ഗിവൺ. The designer will have to synthesize a mechanism in which one of the links will pass through all the specified positions. Okay. ഇനി ഈ മോഷൻ ജനറേഷൻ പ്രോബ്ലംസ് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ അകത്ത് ഫിക്സഡ് പോയിന്റ്സ്, നമ്മളുടെ ഫിക്സ് ചെയ്യുന്ന പോയിന്റ്സ് ഇല്ലേ, തൊട്ട് മുമ്പത്തെ O2 O4, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ O2 O4 എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ആ ഫിക്സഡ് പിവട്ടുകൾ തന്നിട്ടുണ്ടായിരിക്കത്തില്ല, നമുക്ക് തീരുമാനിക്കാം എവിടെയാണെന്നുള്ളത്. അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൽ ഈ ഫിക്സഡ് പിവട്ടുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതായത് ആ ഫിക്സഡ് പിവട്ടുകൾ എവിടെയാണോ അതിനെ അവിടെ തന്നെ വെച്ചുകൊണ്ട് വേണം നമുക്ക് മെക്കാനിസം ഡിസൈൻ ചെയ്യാൻ. സോ ഈ 2 കാറ്റഗറി ഓഫ് പ്രോബ്ലംസും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യമേ ചെയ്യുന്നത് വിത്തൗട്ട് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്തൗട്ട് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ടാണ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പമാണ്. ഈ ടൈപ്പ് ഭയങ്കര എളുപ്പമാണ്. ഇത് പക്ഷേ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇത് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലാണ് ചോദിച്ചത്. പക്ഷേ കാര്യം മനസ്സിലായവർക്കെല്ലാം കഴിഞ്ഞ തവണയായിരുന്നു അത് ചോദിച്ചത്. കാര്യം മനസ്സിലായവർക്കെല്ലാം 5 മിനിറ്റ് കൊണ്ട് 10 മാർക്കിൻ്റെ ചോദ്യം ചെയ്യാൻ പറ്റി. അത് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ടായിരുന്നു. ഒരു 2 മിനിറ്റിൽ കാര്യം മനസ്സിലായവർക്ക് 2 മിനിറ്റ് മതിയായിരുന്നു 10 മാർക്ക് സ്കോർ ചെയ്യാൻ. അതുപോലെ ഒരു പ്രോബ്ലം കഴിഞ്ഞ തവണ ചോദിച്ചായിരുന്നു. വളരെ സിമ്പിളായിരുന്നു അത്. സോ നമ്മൾ ആദ്യമേ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്തൗട്ട് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ടാണ്. സോ ഇതും പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രൊസീജിയർ ഇൻ കേസ് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത്രയ്ക്ക് എളുപ്പമാണിത്. സോ നമുക്ക് ഒരു ലിങ്കിൻ്റെ 3 പൊസിഷനുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് CD എന്ന് പറയുന്ന ഒരു ലിങ്കിൻ്റെ ഫസ്റ്റ് പൊസിഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്.
C1 D1 അത് ഫസ്റ്റ് പൊസിഷൻ. അതേ ലിങ്കിൻ്റെ രണ്ടാമത്തെ പൊസിഷൻ C2 D2. അതേ ലിങ്കിൻ്റെ മൂന്നാമത്തെ പൊസിഷൻ C3 D3. ഇത് തന്നിട്ടുണ്ട്. ഫിക്സഡ് പിവട്ടുകൾ എവിടെയാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ഫിക്സഡ് പിവട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫിക്സഡ് പോയിന്റുകൾ അത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് മെക്കാനിസം ഡിസൈൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. ഇതാണ് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്തൗട്ട് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. ആദ്യം ഞാൻ പറഞ്ഞു തരാം, അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കാണിക്കാം, ഫൈനൽ ഫിഗറും കാണിക്കാം. ജോയിൻ C1 C2. C1ഉം C2ഉം ജോയിൻ ചെയ്യുക. ജോയിൻ C2 ആൻഡ് C3. C1നും C2നും ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. C2 C3യും കൂടെ ജോയിൻ ചെയ്ത ലൈനിന് ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. ഈ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് C1 C2 ജോയിൻ ചെയ്തു, C2 C3 ജോയിൻ ചെയ്തു. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. രണ്ടിനും പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. ഇതാണ് ഫസ്റ്റ് ഫിക്സഡ് പിവട്ട്. ഇതാണ് ഫിക്സഡ് പിവട്ട് എന്ന് പറയുന്നത്. ഈ പിവട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമിലർലി ഇനി ഇപ്പം നിങ്ങൾക്ക് തന്നെ പറയാം, എന്താ, ജോയിൻ D1 D2, അതിന് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. ജോയിൻ D2 D3, അതിന് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. ആ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് അടുത്ത ഫിക്സഡ് പിവട്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ പേരിടാം. O2, ഇത് O4. അപ്പം നമ്മുടെ മെക്കാനിസം ഏതാ? O2 C1 D1 O4. അതല്ല എങ്കിൽ O2 C2 D2 O4. എല്ലാം ഒരേ മെക്കാനിസത്തിൻ്റെ 3 പൊസിഷൻസ് ആണ്. O2 C3 D3 O4. ഓക്കെ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇച്ചിരി വൃത്തിയുണ്ട്. ഓക്കെ, അപ്പം അത് വെച്ചിട്ടാ C1ഉം C2ഉം ജോയിൻ ചെയ്തു, ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. C2ഉം C3യും ജോയിൻ ചെയ്തു, ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. ഈ രണ്ട് പെർപെൻഡിക്കുലാർ ബൈസെക്ടറും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഒന്നാമത്തെ ഫിക്സഡ് പിവട്ട്. അതിന് O2 എന്ന് പേര് കൊടുത്തു. സിമിലർലി D1ഉം D2ഉം കൂടെ ജോയിൻ ചെയ്തു. ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിനൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. D2ഉം D3യും കൂടെ ജോയിൻ ചെയ്തു. അതിനൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് O4. നമ്മുടെ മെക്കാനിസം O2 C1 D1 O4, അല്ലെങ്കിൽ O2 C2 D2 O4, അല്ലെങ്കിൽ O2 C3 D3 O4. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്തൗട്ട് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ തവണ ചോദിച്ചത് നമ്മൾ അവസാനം സോൾവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു പ്രോബ്ലം ആയിരുന്നു ചോദിച്ചത്. വളരെ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് തികച്ച് ചെയ്യാൻ, 1-2 മിനിറ്റ് തികച്ച് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ള പ്രോബ്ലം. പക്ഷേ പലരും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വലിയ എന്തോ പ്രോബ്ലം ആണെന്ന് തെറ്റിദ്ധരിച്ചത് വിട്ടു. ഓറായിരുന്നല്ലോ, അപ്പോൾ അതിനുള്ള അതർ ഓപ്ഷൻ ചെയ്തു. പക്ഷേ ഈ പ്രോബ്ലത്തിന് ഒരു 2-3 മിനിറ്റ് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ സുഖമായിട്ട് 10 മാർക്ക് കിട്ടിയേനെ. അങ്ങനത്തെ ഒരു പ്രോബ്ലമായിരുന്നു ചോദിച്ചത്. അപ്പോൾ അത് ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറുത് ഒന്നും വെറുതെ അങ്ങ് ഉപേക്ഷിക്കാതിരിക്കുക. ചെറിയ എഫേർട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചിട്ട് തന്നെ എക്സാമിന് പോവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്തൗട്ട് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട്. വളരെ എളുപ്പമായിരുന്നു അല്ലേ? ഇത് അതിൻ്റെ സ്റ്റെപ്പാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്ന അതേ കാര്യങ്ങൾ ചുമ്മാ ഒരു സ്റ്റെപ്പ് വൈസ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് എക്സാമിനൊക്കെ വേണമെങ്കിൽ നോക്കാം. അതല്ല ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് 1 കഴിച്ചു. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ആദ്യത്തെ ടൈപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ഏതാ അത്? മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്ത് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട്. ഓക്കെ, അതിലേക്ക് പോവാം. ഇതാണ് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്ത് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട്. ഇതൊരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം പോലെ എളുപ്പമല്ല. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നിന്ന് ഇതിന് പുതുമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് പിവട്ടിൻ്റെ പൊസിഷനുകൾ, ഇപ്പോൾ തൊട്ട് മുമ്പത്തെ O2 O4 ഓർമ്മയുണ്ടാവുമല്ലോ, ആ സാധനം തന്നിട്ടുണ്ടാവും. അതായത് അത് ചുമ്മാ നിങ്ങൾക്ക് അങ്ങോട്ട് വരച്ചു വെക്കാൻ പറ്റത്തില്ല. അത് ഇന്ന സ്ഥലത്തായിരിക്കും. അതായത് O2 O4 എവിടെ വേണം എന്ന് തന്നിട്ടുണ്ട്. പിന്നെ C1 D1 C2 D2 C3 D3 ഇതും തന്നിട്ടുണ്ട്. ഇനി മെക്കാനിസം ഡിസൈൻ ചെയ്യണം. ഇതാണ് നമ്മളുടെ മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്ത് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവട്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ജനറലി ഒരു പ്രാക്ടിക്കൽ ഡിസൈനുകളെല്ലാം ഇങ്ങനത്തെ ടൈപ്പാണ് വരിക.
അതായത് ഒരു റിയൽ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ കമ്പനികളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെയായിരിക്കും. ജനറലി ഇപ്പോൾ അതായത് സ്പേസ് ഒക്കെ കുറവ്, ഒരു കാറിൻ്റെ ഹിഞ്ച് അല്ലെങ്കിൽ വളരെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു മെക്കാനിസം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഫിക്സഡ് പിവറ്റുകൾ ഇന്ന ഒരു സ്പേസിനുള്ളിൽ ഇത്രയും ലെങ്തിനുള്ളിൽ വേണം, എങ്കിലേ നമുക്ക് ആ മെക്കാനിസം ആ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കേസുകളാണ് ഒരു പ്രാക്ടിക്കൽ ഡിസൈൻ സിറ്റുവേഷനുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ടെക്നിക്കാണ്. ഓക്കെ, സോ ഇത് ഇച്ചിരി പാടാണ്. തൊട്ട് മുമ്പ് പഠിച്ച പ്രോബ്ലം പോലെ ചുമ്മാ രണ്ട് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്ത് ഇന്റർസെക്ട് ചെയ്ത് കണ്ടുപിടിക്കുകയല്ല. എന്നാൽ ഒത്തിരി പാടല്ല, കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ആ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകണം അത്ര പാടൊന്നുമല്ല. ഓക്കെ, സോ നമുക്കതിലേക്ക് നോക്കാം. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു ലിങ്കിലെ രണ്ട് പോയിന്റുകൾ E1 F1 അല്ലെങ്കിൽ EF എന്ന് പറയുന്ന ലിങ്കിന്റെ ആ രണ്ട് പോയിന്റിന്റെ 3 പൊസിഷനുകൾ തന്നിട്ടുണ്ട്. E1 F1, E2 F2, E3 F3 3 പൊസിഷനുകൾ തന്നിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ C1 D1, C2 D2, C3 D3 എന്ന് പറഞ്ഞ് തന്ന പോലെ തന്നെ. ഇത് കൂടാതെ ഇവിടെ ഫിക്സഡ് പിവറ്റുകളുടെ പൊസിഷനുകളും തന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന A1 D1. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഫിക്സഡ് പിവറ്റിന്റെ പൊസിഷനുകളാണ്. അതിവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു മെക്കാനിസം ഡിസൈൻ ചെയ്യണം. സോ ആ മെക്കാനിസം വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ E1 F1, E2 F2, E3 F3 എന്നീ പോയിന്റുകളിലൂടെ പോകണം. കൂടാതെ അതിൻ്റെ ഫിക്സഡ് പിവറ്റുകൾ ഇവിടെ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യന് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രോബ്ലമായിട്ട് ചോദിക്കുന്നത്? ഇവിടെ ഈ A1ന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ഒരു X1 Y1 തരാം. ഇതിൻ്റെ കോർഡിനേറ്റ് ആയിട്ട് ഒരു X2 Y2 തരാം. അതുപോലെ തന്നെ ഇവിടുത്തെ കോർഡിനേറ്റ് ആയിട്ട് X3 Y3, അങ്ങനെ സോ ഓൺ എക്സെട്ര ഇവിടെ എല്ലാം അങ്ങനെ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റുകളും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ച് മെക്കാനിസം ഉണ്ടാക്കണം. അതാണ് മോഷൻ ജനറേഷൻ പ്രോബ്ലം വിത്ത് സ്പെസിഫൈഡ് പൊസിഷൻസ് ഓഫ് ഫിക്സഡ് പിവറ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ A1 D1 ഇത് നമുക്കറിയാമേ. E1 F1, E2 F2, E3 F3 ഇത്രയും നമുക്കറിയാമേ. അത് വരയ്ക്കുക. E1 F1, E2 F2, E3 F3, A1 D1 ഇത്രയും വരയ്ക്കുക. ഓക്കെ, ഇത്രയും വരച്ച ശേഷം കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ E2 F2 D1, അതായത് ഈ നടുക്കത്തെ നമ്മളുടെ ലിങ്കിന്റെ രണ്ടാമത്തെ പൊസിഷൻ ആണല്ലോ ഇത്. ആ പൊസിഷനിൽ നിന്നും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. ആ ട്രയാങ്കിൾ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യണ്ടേ? ഈ ഫിക്സഡ് പിവറ്റിന്റെ ഈ D1 എന്ന് പറയുന്ന ഫിക്സഡ് പിവറ്റിലേക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? E2ഉം D1ഉം തമ്മിൽ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. F2ഉം D1ഉം തമ്മിൽ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് E2 D1 ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്യുക. ആ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് E1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി F2 തൊട്ട് D1 വരെയുള്ള ഡിസ്റ്റൻസ് ഒരു കോമ്പസിൽ മെഷർ ചെയ്യുക. ആ ഡിസ്റ്റൻസ് F1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഈ രണ്ടാർക്കും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇങ്ങോട്ടേക്ക് E1ൽ നിന്നും F1ൽ നിന്നും ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ E2 F2 D1 പോലെ തന്നെ ഒരു ട്രയാങ്കിൾ E1 F1ൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. കാരണം നമ്മൾ ഇതേ ലെങ്ത് എടുത്താണ് ഇവിടെ ആർക്ക് കട്ട് ചെയ്തത്. ഈ ലെങ്ത് എടുത്താണ് ഇവിടെ ആർക്ക് കട്ട് ചെയ്തത്. സോ രണ്ട് സെയിം ട്രയാങ്കിൾസ് കിട്ടും. അതിന് D2 എന്ന് പേരിടുക. ഇത് ഇച്ചിരി ട്വിസ്റ്റഡ് ആണ്. E2 F2 D1 എടുത്ത് E1 F1 D2 വരയ്ക്കുക. ഓക്കെ, ഇനി ഇതേ കാര്യം ഇപ്പം നമ്മൾ ഇതാ ചെയ്തത്. എവിടെ ചെയ്യണം? ഇതിൽ ചെയ്യണം. എങ്ങനെ? മേക്ക് എ ട്രയാങ്കിൾ E3 F3 D1. എങ്ങനെ മേക്ക് ചെയ്യും?
E3യും D1ഉം കൂടെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. F3 D1ഉം കൂടെ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് എന്തായി ഒരു ട്രയാങ്കിൾ കിട്ടും E3 F3 D1. എന്നിട്ട് E3 തൊട്ട് D1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ കുത്തി E1ൽ വെച്ച് ഒരു ആർക്ക് കട്ട് ചെയ്യുക. സിമിലർലി F3 തൊട്ട് D1 വരെയുള്ള ഡിസ്റ്റൻസ് ഒരു കോമ്പസിൽ കുത്തി F1ൽ വെച്ചൊരു ആർക്ക് കട്ട് ചെയ്യുക. ആ രണ്ടാർക്കും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് D3. ഇങ്ങോട്ടേക്ക് ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ശരിക്കും നമ്മളിവിടെ എന്താ ചെയ്തത്? E2 F2 D1 എവിടെ വരച്ചു? E1 F1 D2ൽ വരച്ചു. E3 F3 D1 എവിടെ വരച്ചു? E1 F1 D3ൽ വരച്ചു. എല്ലാം ചെയ്തത് ഫസ്റ്റ് ലിങ്കയിലാണ്. ഇവിടെ നിന്നൊരു ട്രയാങ്കിൾ എടുത്ത് ഇവിടെ വരച്ചു, ഇവിടെ നിന്നൊരു ട്രയാങ്കിൾ എടുത്ത് ഇവിടെ വരച്ചു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. ഓക്കെ, സോ കിട്ടിയ പോയിന്റുകൾ D1 D2 D3 നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് D1 D2 ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക, D2 D3 ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അവയ്ക്ക് പെർപെൻഡിക്കുലാർ ബൈസെക്ടറുകൾ വരയ്ക്കുക. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. D1ഉം D2ഉം ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തു, അതിനൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. D2ഉം D3യും ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തു, അതിനൊരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. ഇവ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് C1 എന്ന് പേരിടുക. ഇതുകൊണ്ട് പ്രോബ്ലം തീരുന്നില്ല. ഇപ്പം ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഏത് വെച്ചുകൊണ്ട്? നമ്മളിപ്പോൾ ഒരു ഫിക്സഡ് പിവറ്റ് എടുത്തുകൊണ്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഒരു മിച്ചം ഒരു ഫിക്സഡ് പിവറ്റ് ഉണ്ട്. ഏതാ? A1. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള എല്ലാ ലൈനുകളും നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ കളയുവാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ച് ബാക്കിയെല്ലാം ഞാൻ കളയും. നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെയാ? ഇപ്പോൾ D1 ഏതായാലും വേണം, ഫിക്സഡ് പിവറ്റ് അല്ലേ. C1 ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്, അത് വേണം. A1ഉം വേണം. E1 F1 E2 F2 E3 F3 ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യണം? തൊട്ടു മുമ്പ് നമ്മൾ D1ൽ ചെയ്ത അതേ കാര്യങ്ങൾ എവിടെയും ചെയ്യണം, A1ൽ ചെയ്യണം. സെയിം പ്രൊസീജിയർ. എന്താണ്? E2 F2 A1 എടുക്കുക, അത് E1 F1ൽ നിന്ന് വരച്ച് A2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. സിമിലർലി E3 F3 A1 ജോയിൻ ചെയ്യുക, അത് E1 F1ൽ നിന്ന് വരച്ച് A3 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഞാൻ പറയുന്നതല്ല, കാണിച്ചു തരാം. ഇതാണത്. എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ E2 F2 A1 നമ്മൾ വരച്ചു. എങ്ങനെ? E2ഉം A1ഉം ജോയിൻ ചെയ്തു, F2ഉം A1ഉം കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് അതേ ഡയമെൻഷൻസ് E2 തൊട്ട് A1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് E1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്തു. F2 തൊട്ട് A1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് F1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇതിലേക്കൊരു ഡോട്ടഡ് ലൈൻ വരച്ചു. ആ പോയിന്റിന് A2 എന്ന് പേരിട്ടു. വീണ്ടും E3യും A1ഉം ജോയിൻ ചെയ്തു, F3യും A1ഉം ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു ട്രയാങ്കിളായി. E3 തൊട്ട് A1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്ത് E1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്തു. F3 തൊട്ട് A1 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ മെഷർ ചെയ്ത് F1ൽ കുത്തി ഒരു ആർക്ക് കട്ട് ചെയ്തു. അതാണ് A3. അപ്പോൾ നമുക്ക് 3 പോയിന്റ് കിട്ടി, A1 A2 A3. തൊട്ട് മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ്. എന്താ? A1ഉം E2ഉം ജോയിൻ ചെയ്യുക, ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. A2ഉം A3യും ജോയിൻ ചെയ്യുക, ഒരു പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരയ്ക്കുക. സോ A1ഉം E2ഉം ജോയിൻ ചെയ്തു, A2ഉം A3യും ജോയിൻ ചെയ്തു, അതിന് പെർപെൻഡിക്കുലാർ ബൈസെക്ടർ വരച്ചു. A1നും E2നും പെർപെൻഡിക്കുലാർ ബൈസെക്ടർ, A2നും A3ക്കും പെർപെൻഡിക്കുലാർ ബൈസെക്ടർ. ഇവ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് B1. ഓക്കെ, ആ C1 ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാം കൂടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചതാണ്. നിങ്ങളിങ്ങനെ വരയ്ക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും വരയ്ക്കേണ്ട, എല്ലാം ഒറ്റ ഫിഗറെ വരച്ചാൽ മതി. ഇതെല്ലാം കൂടെ വരച്ച് കഴിയുമ്പോഴത്തേനും ഇതൊരുമാതിരി നല്ല രസമായിരിക്കും കാണാൻ. ഇതിലേതാണ് ലൈന് എന്നൊന്നും പിടി കിട്ടത്തില്ല. പക്ഷേ അത് മതി. നിങ്ങൾ ശരിയാണോ വരച്ചതെന്നുള്ളത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോ PPTയിലും ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും എക്സാമിന് വരയ്ക്കണ്ട. എല്ലാം കൂടെ ഒരൊറ്റ ഫിഗറെ വരച്ചാൽ മതി. ഇതെല്ലാം ഒറ്റ ഫിഗറെ വരച്ചാൽ മതി. പക്ഷെ അപ്പോൾ വൃത്തിയായിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ അവസാനം ഇതിൽ ഏത് A1 ഏത് A2 ഏത് A3 ഒന്നും ഒരു പിടിയും കിട്ടത്തില്ല. സോ
ഇനി നമുക്ക് കിട്ടിയ പോയിന്റുകൾ A1 B1 ഇപ്പോൾ കിട്ടിയ B1 C1 തൊട്ട് മുമ്പ് കിട്ടിയ C1 ജോയിൻ ചെയ്യുക. A1 B1 C1 D1 ഇതാണ് നമ്മളുടെ മെക്കാനിസം. ഇതിൽ നിന്ന് E1ലേക്കും F1ലേക്കും ഒരു കണക്ഷൻ ഉണ്ട്. അത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. A1 B1 C1 D1 ആണ് നമുക്ക് വേണ്ട മെക്കാനിസം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. A1 B1 C1 ഈസ് ദ റിക്വയർഡ് 4-bar മെക്കാനിസം. ഒരുവിധ പ്രശ്നവുമില്ല. ഇത് വരച്ചില്ലെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. A1 B1 C1 ആണ് നമ്മളുടെ റിക്വയർഡ് മെക്കാനിസം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്